വാട്ട്സ് വിത്ത് ദിസ് മൊണാക്കോ കൺട്രി? എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ ആയിട്ട് ഈ മൊണാക്കോ എന്ന രാജ്യത്തിന് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ F1 ഡ്രൈവേഴ്സും ബില്യനേഴ്സും ഒക്കെ പോയിട്ട് ഈ മൊണാക്കോയിൽ താമസിക്കുന്നത്? വെൽ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. മൊണാക്കോ എന്ന് പറയുന്നത് കാര്യം കാണുമ്പോൾ ചെറുതാണെങ്കിലും വളരെ പവർഫുൾ ആയ ഒരു രാജ്യമാണ്. അവിടെ മെയിനായിട്ടും ഇൻകം ടാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ കോടീശ്വരന്മാരെ അപേക്ഷിച്ച് ഇത് അവർക്കൊരു സ്വർഗ്ഗമാണ്. കസിനോസ്, F1 ഗ്രാൻഡ് പ്രിക്സ്, ലക്ഷറി ടൂറിസം, ഇറ്റ്സ് എ ടോട്ടൽ മണി മെഷീൻ. 1861 ഫ്രാൻസിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയ ടൈമിലൊന്നും ആക്ച്വലി മൊണാക്കോ അത്ര ഒരു ഹൈ കൺട്രി ആയിരുന്നില്ല, വളരെ ബ്രോക്ക് ആയ ഒരു കൺട്രി ആയിരുന്നു. പിന്നീടാണ് ഈ മോണ്ടെ കാർലോ കസിനൊക്കെ വന്നതിന് ശേഷം ഈ ഒരു റിച്ച് കൺട്രി ആയിട്ട് മാറുന്നത്. മാത്രമല്ല, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പെർ പേഴ്സൺ ഹയസ്റ്റ് GDP ഉള്ള ഒരു കൺട്രി കൂടിയാണ് മൊണാക്കോ. വെൽ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്ര എളുപ്പമല്ല മൊണാക്കോയിൽ പോയിട്ട് ലീവ് ചെയ്യുക എന്ന് പറയുന്നത്. ഏതാണ്ട് 500,000 മൊണാക്കോ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് ഒരു സിറ്റിസൺ ആയിട്ട് ലീവ് ചെയ്യാൻ തന്നെ പറ്റുകയുള്ളൂ. ഫോർമുല 1 ഡ്രൈവേഴ്സിന്റെയും മറ്റ് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഒരു ഹോം കൺട്രി പോലെയാണെന്ന് മൊണാക്കോ നിലകൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ബാഗ് നിറച്ച് മുഴുവൻ പണം തരാം, നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് കൺട്രിയിൽ വേണമെങ്കിൽ പോകാം. നിങ്ങൾ ഏത് കൺട്രിയിലോട്ടായിരിക്കും പോവുക? താഴെ കമന്റ് ചെയ്യുക.